സോ ഗുഡ് മോർണിംഗ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വീഡിയോ. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ഒരു പ്രോപ്പർട്ടിയിലാണ് സ്റ്റേ ചെയ്തത്. പാൻറ്റോര നൈസ് പ്രോപ്പർട്ടിയൊക്കെയാണ്. നമ്മളപ്പോൾ ഇവിടെ നിന്ന് ഇനി ഇറങ്ങി നമ്മൾ ഇല്ലിക്കൽ കല്ല് പിടിക്കുകയാണ്. ആക്ച്വലി രാവിലെയൊക്കെ പോകണമെന്ന് വിചാരിച്ചാൽ പക്ഷെ നടന്നില്ല. ആസ് യൂഷ്വൽ രാവിലെ അല്ലെങ്കിൽ ഈവനിങ് ഒക്കെ പോകേണ്ട സ്ഥലമാണ് അവിടെ. ഇല്ലിക്കൽ കല്ല് ബാക്ക് സൈഡ് എന്ന് പറഞ്ഞ റോഡൊക്കെ വന്നിട്ടുണ്ടല്ലോ. സോ വി ആർ ഗോയിങ് ദെയർ. അപ്പം വണ്ടി സെറ്റ് ചെയ്ത് പിന്നെ വണ്ടി കയറിയിട്ട് കാണാം. ഓക്കെ ഗായ്സ്, സോ ലെറ്റ്സ് ഗോ. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വി ആർ റൈഡിങ് ടു ഇല്ലിക്കൽ. ഒന്നുമില്ല, നമ്മൾ ആക്ച്വലി ഈ സമയത്തല്ല പോകേണ്ടിയിരുന്നത് അവിടെ. എന്നാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ആ ഇല്ലിക്കൽ ബാക്ക് സൈഡ് ആ റോഡ് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് റൈഡ് ചെയ്ത് വിൽ ബി റൈഡിങ് ബാക്ക് ടു കൊച്ചിൻ. ദാറ്റ്സ് എ പ്ലാൻ. ഐ ഹോപ്പ് വഴി തെറ്റിയെന്ന് തോന്നുന്നു. ഓക്കെ, സോ ഇല്ലിക്കൽ കല്ല് ഇവിടുന്ന് ഒരു 40 കിലോമീറ്റേഴ്സ് നേരമുണ്ട്. 1 hour പിടിക്കാൻ പറ്റുമായിരിക്കും. Now the time is 1:14 PM. പറ്റിയ സമയമാണ് ഇപ്പോൾ അവിടെ പോകാൻ. നമ്മൾ രാവിലേക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചത് ഏറ്റവും ബെസ്റ്റ് ടൈം അവിടെ ഒരു നമുക്ക് സൺറൈസൊക്കെ അവിടെ കിട്ടിയ അടിപൊളിയായിരിക്കും. വർത്ത് ദാറ്റ്. what I've been seen from videos and everything. But as usual അത് നടന്നില്ല. അതങ്ങനെയാണല്ലോ. നമ്മൾ ഈവനിങ്ങും പോകാമെന്ന് വിചാരിച്ചു, പിന്നെ ഈവനിങ്ങും നടന്നില്ല. സോ എന്തായാലും നമ്മൾ ഇവിടെ വന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് റൈഡ് ചെയ്തിട്ട് തിരിച്ച് പോകാമെന്നുള്ളതാണ്. സോ ദാറ്റ്സ് എ പ്ലാൻ. ഹോപ്പ് യു ഗൈസ് എൻജോയിങ് ദ വീഡിയോസ്. It's too hot, man. വെയിലൊക്കെ മാറി നിൽക്കണടാ കുറച്ച് നേരമായിട്ട്. ഇങ്ങനെ തന്നെ പോയാൽ മതി ക്ലൈമറ്റ്. തോന്നിക്കല്ല്. ഓക്കെ, ശബരിമല കാഞ്ഞിരപ്പള്ളി പൂഞ്ഞോ. വെയിൽ വന്നോ? അയ്യോ. ആൻഡ് ബൈ ദ വേ, നമ്മുടെ ചാനലിൽ നമ്മുടെ യൂറോപ്പ് വീഡിയോസൊക്കെ ഓൺഗോയിങ് ആണ്. ജസ്റ്റ് ചെക്ക് ഔട്ട്. യൂറോപ്പ് നമ്മൾ ലൈക്ക് ഫ്രാൻസ്, ബെൽജിയം, സ്വിറ്റ്സർലൻഡ്, ജർമ്മനി, ലക്സംബർഗ്, നെതർലാൻഡ്സ് ഇത്രയും നമ്മൾ കൺട്രീസൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ റോഡുകൾ രക്ഷയില്ല. ഈ ഭാഗത്ത് എല്ലാം നല്ല കിടുവായിട്ട് ടാർ ചെയ്ത് കുട്ടപ്പനാക്കി എറിയുന്നുണ്ട്. ഫ്രണ്ടിൽ പോണത് ആക്ച്വലി അമ്മയും കൊച്ചുമാണ് കേട്ടോ ഗൈസ്. ഈസ് റൈഡിങ് ഇൻ ഹിമാലയൻ 450. എനിക്ക് തോന്നുന്നു മറ്റേ നമ്മളെ ഇല്ലീഗൽ അത് എൻ്റെ ഫ്രണ്ട് നമ്മുടെ എല്ലാവരും എപ്പോഴും പോണ സ്പോട്ടിൽ ഇപ്പം നമ്മുടെ വണ്ടി അവിടെ കയറ്റില്ലാന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ന്യൂസ് കേട്ടായിരുന്നു. ലൈക്ക് ഒന്നല്ലെങ്കിൽ ജീപ്പാണ് അവിടെ കയറ്റിവിടണം, അല്ലെങ്കിൽ നമ്മുടെ വണ്ടി താഴത്ത് വെച്ചിട്ട് വി ക്യാൻ വാക്ക്. നമ്മൾ ഇപ്പം നമ്മൾ എത്താറായിട്ടുണ്ടെന്ന് തോന്നാം കേട്ടോ. കറക്റ്റ് ലൊക്കേഷൻ ഐഡിയ.
ആക്ച്വലി നല്ല ഹൈറ്റിലേക്ക് കയറുന്നുണ്ട് കേട്ടോ. നല്ല കയറ്റത്തിലേക്കാണ് കയറിക്കൊണ്ടിരിക്കണം. ക്യാമറയിലത് മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഇവിടെ വന്നിട്ട് നമുക്ക് ജസ്റ്റ് ആ വ്യൂ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ നമുക്ക് മറ്റേ ആ മെയിൻ ഫ്രണ്ട് ഇല്ലീഗൽ വ്യൂവിലേക്കൊന്നും പോകാൻ പറ്റില്ല. അത് വേറെ റൂട്ടാണ് ആക്ച്വലി. ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്നുള്ളൂ ഇവിടെ. പിന്നെ ഈ റോഡ് ഒരു സ്ഥലത്ത് എൻഡ് ചെയ്യും ഡെഡ് എൻഡായിട്ട്. അതിന് അവിടെ എന്തോ കുറച്ച് തട്ടുകടയൊക്കെ ഉണ്ട്, അത്രേ ഉള്ളൂ സെറ്റപ്പ്. സോ യാ, പൊളി മൂട് ഇവിടെയൊക്കെ രാവിലെ വന്ന് നടന്ന് പൊള്ളിയായിരിക്കും. ഒരു കാറിന് എന്താണ് തുരുമ്പിച്ചൊക്കെ ഇരിക്കണ്ടല്ലോ. നമ്പർ പ്ലേറ്റ് മാത്രം പുതിയതായിട്ടിരിക്കണം. ഇവിടെ ഫുൾ പോകുമ്പോൾ ഭയങ്കര കയറ്റത്തിലുണ്ട. ആൻഡ് ഇത് ഞാൻ പറയാൻ വിട്ടുപോയി. ആക്ച്വലി ദിസ് ഇസ് ബീൻ കോൾഡ് ആസ് ഹയസ്റ്റ് മോട്ടറബിൾ റോഡ് ഇൻ അങ്ങനെന്തോ ജെൻസി കിഡ്സ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു. ജസ്റ്റ് കിഡിങ്. അങ്ങനെ ഒരു ടാഗ് ലൈൻ ഇതിലുണ്ട് ഈ റോഡിന്. Wow. Shit. സൂപ്പർ മാൻ. വെറുതെ മൂട് സ്ഥലം. പൊള്ളി ചെയ്തൊക്കെ ഉള്ളത്. ഇത്രേ ഉള്ളു ഗൈസ്. ഇവിടെ നിന്ന് റോഡ് എന്താണ് എനിക്ക് തോന്നുന്നു. മേ ബി അവിടെ ഫ്യൂച്ചർ പ്രോജക്ട്സ് എന്തെങ്കിലും ഉണ്ടാവണം റോഡ് എക്സ്റ്റെൻഡ് ചെയ്ത് അങ്ങോട്ട്. ആ കാണാട്ടോ ഇല്ലെങ്കിൽ ആ മേളിൽ കാണുന്നതിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് സ്ഥിരം പോണ ആ ലൊക്കേഷൻ. ഇറ്റ് വാസ് നൈസ്. നിക്കൂലേ? അയ്യോ നിക്കൂല. ഒരു പണി ഇങ്ങനെ വെക്ക്, അവിടെ വെക്ക്. ഇങ്ങനെ വെച്ചൂടെ? ഓ മാൻ, പൊളി. ലൊക്കേഷനൊക്കെ എങ്ങനെയുണ്ട് ഗൈസ്? എടുത്തെടുത്ത് തണ്ണിമത്തൻ. യെസ് ഗൈസ്, അപ്പം വി ആർ ഹെഡിങ് ബാക്ക്. നല്ല വെയിലായിരുന്നു കേട്ടോ, പക്ഷെ ഇറ്റ് വാസ് ഗുഡ്. കാലത്ത് തന്നെയായിരുന്നെങ്കിൽ വെറുതെ അടിപൊളിയാണ്. സോ ഇഫ് യു ഗൈസ് വിസിറ്റിംഗ് ഹിയർ,
ഡു ചെക്ക് ഔട്ട് ഇൻ മോർണിംഗ്. ഈവനിങ് ആയാലും ഗുഡാണ്. പക്ഷെ ഇടയ്ക്ക് കുറേ നേരം വെയിലുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോഴാണ് വീണ്ടും വെയിലായത്. So hope you guys enjoying the video. So if you are liking my videos, എന്താ ചെയ്യണമെന്ന് അറിയാലോ, ഡു ദാറ്റ് ആൻഡ് സപ്പോർട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞത് എന്തിനാ അവർ ഇങ്ങനെ ഒരു പിറ്റ് പോലെ ഉണ്ടാക്കിയേക്കണമെന്ന്. അത് കിടങ്ങ് പോലെ, ദാറ്റ് ഈസ് വെള്ളം പോകാനാട്ടോ. അങ്ങനെയാണോ പറഞ്ഞത്, എനിക്കറിയില്ലായിരുന്നത്. വെള്ളം കറക്റ്റ് പാത്തിലൂടെ ഒലിച്ച് പോകാന്നുള്ള സീനാണ് കേട്ടത്. ഗൈസ്, ഈ വീഡിയോ ആക്ച്വലി വെച്ച് നിർത്തുകയാണ്. ഇനി നത്തിങ് മോർ, ഹെഡിങ് ടു കൊച്ചിൻ. ആൻഡ് നെക്സ്റ്റ് വീഡിയോസൊക്കെ ആയിട്ട് വരാം. നമ്മുടെ യൂറോപ്പ് വ്ലോഗൊക്കെ ചാനലിൽ ഉണ്ട്. ഡു ചെക്ക് ഇറ്റ് ഔട്ട്. സോ ബൈ ബൈ, stay happy, stay safe. Catch you guys in next video.